Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you are all doing well. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. In each of our lives there must be a purpose. ലക്ഷ്യമില്ലാതെയുള്ള നമ്മുടെ ജേർണി അത് ഒരു അനുഗ്രഹമായി തീരുകയില്ല. A journey without a purpose will never be a blessed life. Walk in prophetic purpose. പ്രാവചനികമായ ലക്ഷ്യത്തോടെ നടക്കുക എന്നുള്ളതാണ്. So we must walk in our prophetic purpose. എഫേസ്യർ 2:10 പഠിക്കുമ്പോൾ When we study Ephesians 2:10, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. For we are God's handiwork, created in Christ Jesus to do good works, which God prepared in advance for us to do. നാം അവന്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. We have been created as God's handiwork. ഗുഡ് വർക്കിന് വേണ്ടിയാണ്. We have been created for good works. സൽപ്രവർത്തികൾക്ക് വേണ്ടി. We have been created to do good works. ആമേൻ. നമ്മളെ ദൈവം ആമേൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. There is a purpose and a plan and a reason behind which God created us. ആ പർപ്പസ്, ആ പ്ലാൻ നാം അറിയാതെ പോകരുത്. That plan and that purpose, we must not become ignorant of that. നാം എന്ത് ചെയ്താലും അതിന് പിന്നിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. No matter what we do, there is always a purpose behind that. ആ ഉദ്ദേശം സഫലമാകണം, അത് നടക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. We are always desiring that the purpose behind our actions must become successful. സൽപ്രവർത്തികൾക്ക് വേണ്ടി, ഗുഡ് വർക്കിന് വേണ്ടി, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മെ സൃഷ്ടിച്ചു. Yes, God created us in order to do good works. അത് നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ. And God has already prepared in advance for us to do those good works. ആമേൻ. നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? Have we been able to do those good works? ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. If we have not been able to do it, we must do it. മറ്റുള്ളവരെ സഹായിക്കുക. We must help others. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. We must work for the kingdom of God. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. That is what God desires about us. നാം അവന്റെ കൈപ്പണിയാണ്. We are God's handiwork. ആമേൻ. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. And that is what God is desiring about each one of us. ആമേൻ. ഈ വാക്യം അനുസരിച്ച് നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്യുക. By listening to this verse, you must take a step. നിങ്ങൾ ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ കാണും. You will see great blessings from God. സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിന്റെ അനുഗ്രഹം ഈ ലോകത്തിലും വരുവാനുള്ള നിത്യതയിലുമാണ് നമുക്ക് ലഭ്യമാകുന്നത്. When we do these good works for God, we will see the results in this life and in the eternal life as well. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. we pray for these people. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അതിന്റെ ഉദ്ദേശം, അതിന്റെ പർപ്പസ് ആമേൻ ഗുഡ് വർക്കിന് വേണ്ടിയാണ്, സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. അത് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, you created us in order to do good works. That is the purpose you had in mind. ദൈവം ആ നിലകളിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. And Lord, enable us to do that and strengthen us for that. എല്ലാവരെയും ബലപ്പെടുത്തണമേ. Lord, strengthen everyone. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. Amen. Amen. കർത്താവിന്റെ ഗുഡ് വർക്ക്, സൽപ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നമ്മെ മുന്നൊരുക്കിയിരിക്കുന്നു. ആ ഒരുക്കിയിരിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി തയ്യാറെടുപ്പോടെ മുന്നോട്ട് പോകാം. God bless you. God has created us and prepared good works in advance for us to do. So let us walk ahead in that path and perform the good works He has for us. Amen. God bless you.